ആ ചെറിയ പെൺകുട്ടി ഇസ്രായേലിൽ നിന്നും അരാം ദേശത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒറ്റയ്ക്കല്ല വന്നത്. ഒറ്റയ്ക്ക് വന്നില്ല. പിന്നെയോ തന്നോടൊപ്പം തൻ്റെ ദൈവത്തെയും കൂട്ടിക്കൊണ്ടുവന്നു. തന്നോടൊപ്പം തൻ്റെ ദൈവത്തെയും കൂട്ടിക്കൊണ്ടുവന്നു. തൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ ചേർത്ത് പിടിച്ച ഒരു ബാലിക. അങ്ങനെ അവളോടൊപ്പം ദൈവത്തെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ താനായിരുന്ന ഭവനത്തിൽ ദൈവം ഉണ്ടായിരിക്കണമല്ലോ. ഇസ്രായേൽ രാജ്യത്ത് അവൾ താമസിച്ചതായ ഭവനത്തിൽ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ടാണല്ലോ തന്നോടൊപ്പം ദൈവത്തെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് അവൾക്ക് കഴിഞ്ഞത്. അവൾ ദൈവത്തെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ താൻ താമസിച്ചിരുന്നതായ വീട്ടിലെ തൻ്റെ മാതാവ്, പിതാവ് ചെറുപ്പത്തിൽ തന്നെ ദൈവം ആരാണെന്ന് അവളെ അറിയിച്ചതുകൊണ്ടാണ്. ദൈവത്തിൽ ഭയഭക്തിയോടെ അവളെ വളർത്തിയതുകൊണ്ടാണ്. ദൈവത്തിൽ ഭയഭക്തിയോടെ വളർത്തിയതുകൊണ്ടാണ് ആ പെൺകുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തോട് വളരെ ഭയവും ഭക്തിയുമുള്ളവളായി, സത്യദൈവത്തെ ആരാധിച്ചു വരുന്ന ഒരു ആത്മീയതയുള്ളവളായി ആ പെൺകുട്ടി വളർന്നു വന്നു എന്ന് പറയുമ്പോൾ അവളുടെ മാതാവും പിതാവും ആത്മീയരായിരുന്നു എന്നാണ് കാണുന്നത്. ചെറുപ്പം മുതൽ തന്നെ ആ മാതാവും പിതാവും ആ പെൺകുട്ടിയെ ഭയഭക്തിയുള്ളവളായി, ദൈവത്തിൽ ഭയഭക്തിയുള്ളവളായി വളർത്തിയതുകൊണ്ടാണ്. അവർ താമസിച്ചതായ വീട്ടിൽ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവൾ അവിടെ നിന്ന് പോയപ്പോൾ ആ ദൈവത്തെ കൂട്ടിക്കൊണ്ടു പോകുവാനിടയായത്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികളെ ചെറുപ്പം മുതൽ ആത്മീയതയിൽ വളർത്തുക. മോഡേണായിട്ടല്ല, സ്റ്റൈലിഷായിട്ടല്ല, ഫാഷനബിളായിട്ടല്ല വളർത്തേണ്ടത്, മറിച്ച് സ്പിരിച്വലായിട്ടാണ്. ഒരു കൊച്ചു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അയൽപക്കത്തുള്ളതായ വീട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ആ വീട്ടുകാർ പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതായ സന്ദർഭത്തിൽ ഈ പെൺകുട്ടിയും അവരോടൊപ്പം ചേർന്ന് ആ ആരാധനയിൽ, പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക എന്നത് പതിവായിരുന്നു. അവർ പാട്ടുപാടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടി ഓടി അവിടേക്ക് പോകുമായിരുന്നു. അവരോടൊപ്പം ഇരുന്നു കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുക പതിവായിരുന്നു. പ്രാർത്ഥിക്കുമായിരുന്നു. വചനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചതായ ആ വീട്ടിലെ ഗൃഹനാഥ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ, ഞങ്ങൾ പാടുന്ന സമയത്ത് നീ കേട്ട് ഓടി വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്ന് കർത്താവിനെ പാടി സ്തുതിക്കുമല്ലോ, പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമല്ലോ. നിങ്ങളും ക്രിസ്ത്യാനികളാണല്ലോ, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ലേ എന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? ആൻറ്റി, ഞങ്ങളുടെ വീട്ടിൽ യേശു ഇല്ലല്ലോ. അതാണ് ഉത്തരം. ഞങ്ങളുടെ വീട്ടിൽ യേശു ഇല്ലല്ലോ. അതെന്താണ് മോളെ? നിങ്ങളും വിശ്വാസികളാണല്ലോ, നിങ്ങളും ക്രിസ്ത്യാനികളാണല്ലോ, നിങ്ങൾ ആലയത്തിൽ പോകുന്നവരാണല്ലോ. അതെ ആൻറ്റി, ഞങ്ങളും ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ആലയത്തിൽ പോകും. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ യേശു ഇല്ല ആൻറ്റി. എപ്പോഴും ഞങ്ങളുടെ പപ്പയും മമ്മിയും തമ്മിൽ തല്ലുകയാണല്ലോ. എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കലഹമാണല്ലോ. എപ്പോഴും ഒച്ചയും ബഹളവുമാണല്ലോ വീട്ടിൽ. എൻ്റെ മമ്മിയെ ഞങ്ങളുടെ പപ്പയ്ക്ക് ഇഷ്ടമല്ല, പപ്പയെന്ന് കേട്ടാൽ മമ്മിക്കും ഇഷ്ടമല്ല. രണ്ടുപേരും എപ്പോഴും വഴക്കും അടിയുമാണല്ലോ. അത് കണ്ട് സഹിക്കവയ്യാതെ യേശു പോയി. ഞങ്ങളുടെ വീട്ടിൽ യേശു ഇല്ല ആൻറ്റി. ഒരു പെൺകുട്ടി പറയുകയാണ്, എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും അവരുടെ പെരുമാറ്റം കണ്ടുകൊണ്ട്, അവരുടെ കലഹം കണ്ട് സഹിക്കവയ്യാതെ യേശു എപ്പോഴോ ഞങ്ങളുടെ വീട് വിട്ട് പോയിരിക്കുന്നു. എത്ര ദയനീയമാണ്, എത്ര ദാരുണമാണ്. ഈ ദിവസം കലഹിക്കുന്ന മാതാവേ, കലഹിക്കുന്ന പിതാവേ, കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും നിന്റെ മകനോ മകളോ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞാൽ അത് എത്ര അപമാനകരമാണ്. ഞങ്ങളുടെ വീട്ടിൽ ദൈവമില്ല, കാരണം ഞങ്ങളുടെ മമ്മി നല്ലവളല്ല. ഞങ്ങളുടെ വീട്ടിൽ ദൈവമില്ല, കാരണം ഞങ്ങളുടെ പപ്പ നല്ലവനല്ല. ഞങ്ങളുടെ വീട്ടിൽ അശുദ്ധിയുള്ള പ്രവൃത്തികൾ നടക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ദൈവമില്ല എന്ന് കുട്ടികൾ പറയുകയാണെങ്കിൽ അതിനേക്കാൾ അപമാനകരമായ കാര്യം എന്താണുള്ളത്? ഒരു നിമിഷം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? ഇന്ന് നിന്റെ ഭവനത്തിൽ ദൈവമുണ്ടോ? ഇല്ലെങ്കിൽ സൂക്ഷിക്കുക. അത് നിനക്ക് ആപത്താണ്, നിന്റെ മക്കൾക്കും ആപത്താണ്. ആ ചെറിയ പെൺകുട്ടി കടന്നു വന്നപ്പോൾ ദൈവത്തെയും കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിക്ക് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊടുത്തിരുന്നു. ദൈവത്തിൽ ഭയഭക്തിയുള്ളവളായി വളർത്തി. ആ പെൺകുട്ടിയെ അടിമയാക്കി പിടിച്ചുകൊണ്ടുപോയി. എങ്കിലും ആ പെൺകുട്ടി ഒറ്റയ്ക്ക് പോയില്ല. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ ആത്മീയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാരണം നമുക്കറിയാം, പക്ഷികളുടെ കുഞ്ഞുങ്ങൾ ആ കൂട്ടിലായിരിക്കും. പക്ഷിയുടെ കുഞ്ഞുങ്ങളെപ്പോഴും കൂട്ടിലായിരിക്കും.
കൂട്ടിലായിരിക്കുമ്പോൾ ആ പക്ഷിക്ക് അതിൻ്റെ അപ്പനും അമ്മയും ആഹാരം കൊടുക്കും. എന്നാൽ അവയ്ക്ക് ചിറകുകൾ മുളച്ചതിന് ശേഷം ആ പക്ഷിക്കുഞ്ഞ് ചിറകുകൾ മുളച്ച ശേഷം കൂടുവിട്ടിട്ട് പറന്നുപോകും, അകന്നുപോകും. ഇന്ന് മാതാവും പിതാവുമായ നിങ്ങൾ മക്കളെ പരിപാലിക്കുന്നു. പഠിക്കുമ്പോഴാകട്ടെ, ജോലി ചെയ്യുമ്പോഴാകട്ടെ, അതിനുശേഷം വിവാഹം കഴിച്ചതിന് ശേഷമാകട്ടെ, അവർ മറ്റ് പട്ടണത്തിലേക്കും ദേശത്തിലേക്കുമൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ അവർ എവിടേക്ക് പോയാലും, പഠനത്തിനു വേണ്ടിയാകട്ടെ, ജോലിക്കു വേണ്ടിയാകട്ടെ, അവർ എവിടേക്ക് പോയാലും അവരോടൊപ്പം ദൈവത്തെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിഞ്ഞാൽ ക്ഷേമത്തോടെയായിരിക്കും, സുരക്ഷിതമായിരിക്കും. അവരുടെ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായിരിക്കും. ആ രീതിയിൽ നിന്റെ മക്കളുടെ ജീവിതം അനുഗ്രഹപ്രദമായിരിക്കണമെങ്കിൽ ഇന്നു മുതൽ തന്നെ അവരെ സ്നേഹത്തിൽ വളർത്തുക, പ്രാർത്ഥനയിൽ വളർത്തുക, അതുപോലെ തന്നെ വിശുദ്ധിയിൽ വളർത്തുക. ഇവ മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. പേരൻസ്, നിങ്ങളുടെ മക്കളെ പ്രാർത്ഥനയോടെ വളർത്തുക, സ്നേഹത്തോടെ വളർത്തുക, വിശുദ്ധിയോടെ വളർത്തുക. ഇത് മൂന്നും അവരെ ജീവിതത്തിൽ കാക്കാനിടയാകും. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളോടും നീ സംസാരിച്ചതോർത്ത് നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിധിക്കപ്പെട്ട ഈ വചനം ഫലം കായ്ച്ച് എല്ലാ വ്യക്തികളുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം, ഒന്നാമതായി അവരിലുള്ള പാപമാണ് അവരുടെ ജീവിതത്തെ അശുദ്ധമാക്കി മാറ്റുന്നതെന്നും ആരോഗ്യത്തെ നശിപ്പിക്കുന്നതെന്നും എല്ലാവരിൽ നിന്നും അകറ്റുന്നതെന്നും അവസാനം അവരെ നശിപ്പിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ, ആരെല്ലാം എന്തെല്ലാം തെറ്റുകളാണോ ചെയ്യുന്നത്, ഏതൊക്കെ പാപം നിറഞ്ഞ പ്രവൃത്തികളാണോ ചെയ്യുന്നത്, അവരിൽ നിന്ന് ഇന്ന് തന്നെ പുറത്തു വരുവാൻ അവരെ നീ സഹായിക്കുമാറാകണമേ. നയമാനുണ്ടായിരുന്നതായ അഹങ്കാരം ഉപേക്ഷിച്ചപ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടത്. ഞങ്ങളിലെ കുറവുകളും പാപങ്ങളും ഉപേക്ഷിക്കുമ്പോഴാണ് ഞങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ വാസ്തവത്തെ കേട്ടതായ സകല വ്യക്തികളെ നീ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള നയമാന്മാരെ നിന്റെ സന്നിധിയിലേക്ക് നടത്തുവാനുള്ളതായ കൃപ തരണമേ. ഞങ്ങൾ കേട്ട സുവിശേഷത്തെയും സത്യത്തെയും ലോകത്തോട് വിളിച്ചു പറയാനുള്ള കൃപയും തരണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.